നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തുറന്നു പറയുകയാണ്. എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് എൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് സർവീസിൻ്റെ ഇഷ്യൂസ്, എന്തൊക്കെയാണ് നിങ്ങൾ ആ വാഹനം വാങ്ങിച്ച സമയത്തുണ്ടായ എക്സ്പീരിയൻസ്, അങ്ങനെ എന്തും പറയാനുള്ളൊരു വേദിയാണ് നമ്മുടെ റാപ്പിഡ് ഫയർ. റാപ്പിഡ് ഫയർ വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത ഒരു പ്രോഗ്രാം കൂടിയാണ്. അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് നമ്മുടെ റാപ്പിഡ് ഫയറിൽ പ്രത്യക്ഷപ്പെടുന്നത് നോക്കാം. നമ്മുടെ ഭൂരിപക്ഷം വീഡിയോകളും ഷൂട്ട് ചെയ്യുന്ന റോഡാണിത്. കളമശ്ശേരിയിൽ പണി പൂർത്തിയാകാത്തൊരു റോഡ്. ഇവിടെ എന്നും രാവിലെ 6-7 ആകുമ്പോൾ ഞാൻ ചാമും വരുന്നു, വാഹനങ്ങൾ ഷൂട്ട് ചെയ്ത് പോകുന്നു. അപ്പോഴെല്ലാം നമ്മൾ അസൂയപ്പെടുന്നൊരു കാഴ്ചയുണ്ട്. ഒരു സംഘം ആളുകൾ ഇവിടെ കാര്യമായ രീതിയിൽ ഓടുന്നു, ചാടുന്നു, അലറുന്നു. നമ്മുടെ പല വീഡിയോയിൽ ഇവരുടെ അലർച്ച വരെ കേൾക്കാറുണ്ട്. ഒരു വലിയ ഗ്രൂപ്പാണിത്. ഇവർ ഒരുമിച്ച് എല്ലാ ദിവസവും വരുന്നു, ഇവിടെ വ്യായാമത്തിൽ ഏർപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ അസൂയപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കണ്ട് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ്, ഇവരെല്ലാം ജീവിതത്തിൻ്റെ പല മേഖലകളിലുള്ള ആൾക്കാരാണ്. ഇവർക്കെല്ലാം പലതരത്തിലുള്ള വാഹനങ്ങളുണ്ട്. എന്നാൽ പിന്നെ ഇന്നത്തെ ഷൂട്ട് ഇവിടെ ആകട്ടെ എന്ന് വിചാരിച്ചു. ഇവരുടെ പല വാഹനങ്ങളാണ് നമ്മളിനി റാപ്പിഡ് ഫയറിൽ 2-3 ആഴ്ചകളിലൊക്കെ ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ആളാണ് നമ്മൾ നിൽക്കുന്നത്. റണ്ണേഴ്സ് ക്ലബ്ബ് എന്നാണ് ഇവരിപ്പോൾ ഇവിടെ ഈ ഒരു ക്ലബ്ബ് പോലെ രൂപീകരിച്ചാണ് ഇവർ ഒന്നിച്ച് പല ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ആദ്യം ചോദിക്കാം, എന്നിട്ട് നമുക്ക് വാഹനത്തെ പറ്റിയുള്ള ചോദ്യങ്ങളിലേക്കും കിടക്കാം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. പേര്? എൻ്റെ പേര് ജിതിൻ. എന്ത് ചെയ്തിൻ? ഞാനിവിടെ എലൈറ്റിന്റെ ഫുഡ് ഡിവിഷനിൽ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് ഏറ്റവും തിരക്കുള്ളൊരു സമയമാണ്. നല്ല തിരക്കിന്റെ സമയമാണ്. നവംബർ ഡിസംബർ അറിയാമല്ലോ, നല്ല തിരക്കിന്റെ സമയമാണ്. നന്നായിട്ട് പോകുന്നു. മലയാളികൾക്ക് കേക്ക് എന്ന് പറയുമ്പോഴേ ഹോർഡിങ്ങിൽ മനസ്സിൽ വരുന്നത് നല്ലൊരു പുതിയ എന്തെങ്കിലും ഫ്ലേവേഴ്സ് എന്തെങ്കിലും ഇത്തവണ ഈ സീസൺ റീസെന്റ് ആയിട്ട് ലോഞ്ചിക്കൊന്നുമില്ല. കാരണം ആഫ്റ്റർ സീസൺ നമുക്ക് ലോഞ്ചിങ് ഉണ്ടാവും. ഇപ്പൊ നിലവിൽ ഓൾറെഡി പുഡിങ്, പ്ലം കേക്ക്, ബ്രൗണി, അങ്ങനെ നല്ല പ്രീമിയം വേരിയന്റ് മാർക്കറ്റിലുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. കുഴപ്പമില്ല. നമ്മൾ ഈ മലയാളികൾ ക്രിസ്മസ് കാലത്ത് കേക്ക് ബേക്ക് ചെയ്യണോ ചെയ്യുന്നത്, അതോ വാങ്ങിക്കുകയാണോ? പൊതുവേ ക്രിസ്മസ് ടൈമിൽ കൂടുതൽ ആൾക്കാർ പ്ലം കേക്കിലേക്കാണ്. കേക്ക് വിത്ത് വൈൻ ആ ഒരു കൺസെപ്റ്റ് ആണല്ലോ. അപ്പം മെയിനായിട്ട് നമുക്ക് പ്ലം കേക്കിനാണ് നമുക്കായാലും കൂടുതൽ സെയിൽ വരുന്നത് ഈ ഒരു ടൈമിലാണ്, ഈ ക്രിസ്മസ് ടൈമിലാണ്. പിന്നെ എല്ലാവരും ഇപ്പം ഹോം മെയ്ഡ് കേക്കുകൾ ചെയ്യുന്നുണ്ട്, ബർത്ത്ഡേ കേക്കുകൾ അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. എനിവേ നമുക്ക് ആ ഉള്ള ഒരു പ്രിയം ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മലയാളികൾക്കായാലും ഇപ്പം വേൾഡ് വൈഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തേക്കും എക്സ്പോർട്ട് നമ്മൾ. അപ്പോൾ അതിപ്പോൾ ദൂരെ ഇരുന്ന ആൾക്കാർക്കായാലും ആ ഒരു ഫ്ലേവർ ടേസ്റ്റ് ചെയ്യാനും നമ്മുടെ ബ്രാൻഡ് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഇനി നിങ്ങളുടെ ക്ലബ്ബിലേക്ക് വരാം. റണ്ണേഴ്സ് ക്ലബ്ബ് എന്താണ് ഇതിന്റെ പരിപാടികൾ? ഇതിന്റെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. അതായത് ഞങ്ങൾ ഇവിടെ പല ഏരിയയിൽ നിന്ന് ആൾക്കാർ, പല ഏജിലുള്ള ആൾക്കാർ ഇവിടെ ഡെയിലി വരുന്നു. ചിലർ റൺ ചെയ്യുന്നു, ചിലർ വാക്കിങ്, ചിലർ ഇവിടെ സൈക്ലിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ പിള്ളേർ ഇവിടെ നമ്മുടെ സ്കേറ്റിംഗ് ഉണ്ട്, പല ആക്ടിവിറ്റി ഉണ്ട് ഈ റോഡിൽ. അപ്പം പിന്നെ പ്രത്യേകിച്ച് ഈ ആംബിയൻസ് നല്ലതായതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും ഇവിടെ വന്ന് ഇവിടെ രാവിലെ ഓരോ ആക്ടിവിറ്റി കൂടുന്നു. അപ്പം പരസ്പരം പരിചയപ്പെടുത്തുന്നു. കാരണം 1-2 പേരിൽ മാത്രം പരസ്പര സുഹൃത്തുക്കളാണ്, ബാക്കി എല്ലാവരും ഇവിടെ വന്ന് സുഹൃത്തുക്കളായ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും കൂട്ടുകൂടി എക്സസൈസ് ഒക്കെ ചെയ്യുന്നു, റണ്ണിങ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഇത് കഴിയുമ്പോൾ ഇവിടെ ഇരുന്ന് ഒരു ചെറിയ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പിരിയാണ് ഒരു പതിവ്. അങ്ങനെ പിരിഞ്ഞ് പിന്നെ നമ്മളതൊരു കൂട്ടായ്മ പോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താലെന്ന് ഓർത്ത് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. പിന്നെ എല്ലാവരും അഭിപ്രായം വെച്ച് നമുക്ക് നേരെ ജേഴ്സി ചെയ്യാം, കാരണം ഒരു ഇത് ചെയ്യാൻ ഒരു യൂണിറ്റ് കിട്ടുമല്ലോ. അങ്ങനെ ഒരു നമ്മളൊരു ജേഴ്സി ഒക്കെ ഡിസൈൻ ചെയ്തു, റണ്ണേഴ്സ് ക്ലബ്ബ് എന്നൊരു ജേഴ്സി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു സെപ്റ്റംബർ തൊട്ട് നവംബർ വരെയുള്ള ഈ ഒരു 3 മാസത്തെ കാലയളവിൽ നമ്മളിപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളായാലും, പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ റണ്ണിങ് അല്ലാതെ നമ്മൾ പുറത്ത് ഒരു 3-4 ഒരു 7ഓളം മാരത്തോൺസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. അത് ഏകദേശം ഒരു ടീമിൽ ഒരു 15-20 പേര് വെച്ചിട്ട് നമ്മൾ 7ഓളം മാരത്തോൺ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും അതിലേക്ക് വന്ന് ത്രില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തു പോയും ആക്ടിവിറ്റി, കാരണം നമ്മളതൊരു പ്രൈസ് അടിക്കാന്നല്ല, പങ്കെടുക്കാന്നുള്ള ഇതാണ്. ആകെ എത്ര പേരുണ്ട് ഇപ്പോൾ ക്ലബ്ബിൽ? ഏകദേശം 200 പേരുണ്ട്. അപ്പോൾ ഡെയിലി ഇവിടെ വരുന്ന ആൾക്കാർ ചിലപ്പോൾ 200 വരണമെന്നില്ല, ചിലപ്പോൾ 30 ആവാം, 20 ആവാം. കാരണം പല ജോലിക്കാരുണ്ടാവും, പല ആവശ്യങ്ങളുണ്ടാവുന്നു. അപ്പോൾ എന്തായാലും സാധിക്കുന്ന എല്ലാവരും തന്നെ രാവിലെ ഇവിടെ വന്ന് ഒന്ന് തല കാണിച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് എങ്കിലും നടന്നിട്ടാ പോകാറുള്ളൂ. അതൊരു ശീലമായിട്ട് മാറി. നമ്മളെ അസൂയപ്പെടുത്തുന്ന കാഴ്ച. നമ്മളൊന്നും ഒരു വ്യായാമം ഇല്ലാത്തതുകൊണ്ട് ഇവർ രാവിലെ കിടന്ന് ഇവിടെ തല്ലി പൊളിക്കുന്ന കാണുമ്പോഴത്തേക്ക് ആകെ നമുക്ക് അസൂയ വരാറുണ്ട്. അപ്പോൾ ഇത്തിരി ഒന്ന് മയത്തിലൊക്കെ പിടിക്കും, ഞങ്ങളെ അസൂയപ്പെടുത്താതെ. അപ്പോൾ അങ്ങനെ വാഹനത്തിലേക്ക് വരാം. ഓല S1 S Plus അല്ലേ? എത്ര കാലം എടുത്തിട്ട്? ഇതിപ്പോൾ ലാസ്റ്റ് ജനുവരി എടുത്തു. ഇപ്പോൾ ഒരു 10 മന്ത് ആവും. അപ്പോൾ ഈ സെഗ്മെന്റിൽ പല വാഹനങ്ങളുണ്ട്. ഇപ്പോൾ ഏതറുണ്ട്, അതുപോലെ TVSന്റെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓലയിലേക്ക് പോയത്? ഓലയിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഏകദേശം ഒരു 3 വണ്ടികളായിരുന്നു ലിസ്റ്റിലുണ്ടായിരുന്നത്. അതായത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഒന്ന് TVS iQube, ഏതർ, ഓല. അപ്പോൾ ഇത് 3ഉം കൂടെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഏതറിൻ്റെ ആ ലുക്ക് സത്യം പറയാമല്ലോ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് ഒഴിവാക്കി പിന്നെ 2 ഈ മോഡലിലേക്കായി. അപ്പോൾ 2 നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. പിന്നെ ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് ഒരു കമ്പാരിസൺ നടത്തി. ഷോറൂമിനെ പോയി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഫസ്റ്റ് തന്നെ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിൽ നല്ലൊരു ഡിഫറൻസ് തോന്നി, iQubeും ഇതും കൂടെ. പിന്നെ iQubeന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു പെട്രോൾ വണ്ടിയുടെ ഒരു മോഡിഫൈഡ് രൂപം അല്ലാതെ നമുക്കൊരു പ്രത്യേകിച്ച് പുതുമ അതിൻ്റെ അത് കണ്ടില്ല. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു പുതിയൊരു ലുക്ക്
പിന്നെ റോഡിലൊക്കെ ആയാലും പോകുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും, ആ ഒരു ഇത് നോക്കി. പിന്നെ മോറോവർ നമ്മൾ എല്ലാത്തിനും ഇതായിട്ട് നമ്മുടെ ആ ഒരു എക്സ്പെൻസ് എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു നോക്കി. അങ്ങനെ വന്ന് നമ്മൾ ഒല അങ്ങ് എടുക്കാമെന്ന് തീരുമാനിച്ച ഒലയിലേക്ക് എത്തി. എത്ര രൂപയായി ഇതെടുത്തപ്പോൾ? ഇതിപ്പം 1,07,000 രൂപ. അത് ഓഫർ വന്ന ടൈമിൽ നമ്മൾ എടുത്തതാണ്. നമ്മുടെ ഓൺ റോഡ് പ്രൈസ് 1,17,000. ഡെലിവറി പ്രോസസ് എങ്ങനെയായിരുന്നു? ഡെലിവറി പ്രോസസ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. പക്ഷേ ഡെലിവറി ഇത്തിരി ഡിലേ ആയിരുന്നു. കാരണം ആ സമയത്ത് എനിക്ക് ഓഫർ ഉണ്ടായതുകൊണ്ട് ബൾക്ക് ബുക്കിംഗ് ആയിരുന്നു. ബുക്കിംഗ് നല്ലപോലെ വന്നു. ഡെലിവറി ഇത്തിരി ഡിലേ ആയി. നമുക്കൊരു ജനുവരി പകുതിയോടുകൂടിയാണ് ഈ സംഭവം കിട്ടിയത്. ജനുവരി പകുതിയല്ല, ലാസ്റ്റ് ആയി. വീട്ടിൽ കൊണ്ടുവരികയായിരുന്നു. ആ, വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ പല ഫോറമൊക്കെ നോക്കുകയാണെങ്കിൽ ഒലയുടെ സർവീസിനെ പറ്റിയൊക്കെ കുറേ പരാതികൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു വാങ്ങിക്കുന്നു? പിന്നെ നമ്മൾ വാങ്ങിക്കുന്നതിന് മുന്നേ, കാരണം നമ്മൾ ഇത്ര നാളായിട്ട് ഇലക്ട്രിക് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. കാരണം 10 വർഷമായിട്ട് പെട്രോൾ വണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കാണുന്ന കാര്യങ്ങൾ പലതവണ നമ്മൾ സെർച്ച് ചെയ്തു. കാരണം ഇത് നമുക്ക് സത്യം കോസ്റ്റ് സേവിംഗ് ഉണ്ടോ, പിന്നെ ഇതിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, കാരണം പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ആദ്യത്തെ ഇനീഷ്യൽ ഇതല്ലല്ലോ. അങ്ങനെ ജസ്റ്റ് നമ്മൾ അറിയാവുന്ന രീതിയിലുള്ള ചെറിയ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. അപ്പോഴും ഈ കമ്പനിയെക്കുറിച്ച് പല നെഗറ്റീവ്, ഇഷ്ടം പോലെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. നമ്മൾ തുറന്നു പറയുകയാണെങ്കിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നു. കാരണം അത് മിക്കവാറും വണ്ടി റോഡിൽ കിടക്കുന്നു, പിന്നെ ഇടയ്ക്ക് ഓഫായി പോകുന്നു, ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ സർവീസ് ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ പല ഇതും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് പോസിറ്റീവ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി എന്തായാലും നമ്മൾ ഇതിലേക്ക് എത്തി. പിന്നെ നമ്മൾ എന്തായാലും എടുക്കാൻ തീരുമാനിച്ചു, അങ്ങനെ എടുത്തു. അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ എത്തിയത്. 10 മാസം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? 10 മാസം എക്സ്പീരിയൻസ് എൻ്റെ ഈ വണ്ടി, കയ്യിലിരിക്കുന്ന വണ്ടി വെച്ച് ഞാൻ ജെനുവിനായിട്ട് പറയാം, ഇതുവരെ ഷോറൂമിൽ കയറേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഈ 10 മാസ കാലയളവിൽ വന്നിട്ടില്ല. നമ്മൾ ആ എടുത്ത ഒരു മാസം കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു എറർ നമുക്ക് കാണിച്ചു. അതിന് പരമായിട്ട് നമ്മൾ ഒന്ന് പോയി അത് ക്ലിയർ ചെയ്തു. അത് ആ സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്തു തന്നു. അതേ വന്നിട്ടുള്ളൂ. റേഞ്ച് എത്ര കിട്ടുന്നുണ്ട്? റേഞ്ച് ഇതിൻ്റെ അകത്ത് ഫുൾ ചാർജിൽ 125 പറയുന്നുണ്ട്. നമ്മൾ എക്കോ മോഡിൽ ഓടുവാണെങ്കിൽ ഒരു 100 ഷുവറാണ്. എക്കോയിൽ തന്നെ ഓടുവാണെങ്കിൽ 100 ഷുവറാണ്. കിട്ടിയിട്ടുണ്ട്. ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ചാർജ് ചെയ്യാൻ ഒരു 5 to 6 hours എടുക്കുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഇല്ല ഇതില്ല, നോർമൽ ഇതുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ ജോലി ആവശ്യങ്ങൾക്ക്. കാരണം മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ എറണാകുളം സിറ്റിയിൽ അറിയാമല്ലോ. കാരണം നമുക്ക് ഈ പോകാനുള്ള എളുപ്പമല്ല, കാറിനേക്കാളും കൂടുതൽ സ്കൂട്ടറാണ്. കാരണം ഓൾറെഡി നമ്മൾ ഈ പെട്രോളിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഈ ടോയ് വണ്ടി ഓടിക്കുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ എപ്പോഴും കംഫർട്ടാണല്ലോ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ദിവസം ഒരു 20 കിലോമീറ്ററോളം വരുന്നുണ്ട്. പിന്നെ എൻ്റെ സ്വദേശം ഇവിടെയല്ല, കോട്ടയമാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകാൻ ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആവറേജ് ഒരു മാസം ഒരു 1000 കിലോമീറ്ററോളം അടുത്ത് നമ്മൾ യൂസ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് കോട്ടയം വരെയൊക്കെ ദീർഘദൂരം ഓടിച്ചു പോകുമ്പോൾ? ദീർഘദൂരം ഓടിക്കുമ്പം പെട്രോൾ വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് മാറി ഓടിക്കുമ്പോൾ നല്ലൊരു ഡിഫറൻസാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സസ്പെൻഷനാണ് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത്. പിന്നെ ഈ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു സൈസ്, പിന്നെ ഹൈറ്റ്. കാരണം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വണ്ടി ആക്റ്റീവയാണ്. ആക്റ്റീവിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കും ആ ഒരു 3 കാര്യങ്ങൾ നല്ല ഡിഫറൻസാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു പൊതുവെ എനിക്ക് ഇത്തിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് നടുവേദന അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. പിന്നെ ചെറിയ കട്ടർ ചാടിയാൽ അതൊന്നും അറിയാനില്ല. ബ്രേക്കിംഗ് ഒക്കെ ആയാലും നല്ലതാണ്. വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല. പോസിറ്റീവ് സൈഡ് നോക്കുമ്പോൾ. പോസിറ്റീവ്. നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടോ? നെഗറ്റീവ് പറയാൻ 1-2 കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് പറയാമെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു തവണ ഒരു എറർ വന്നു. അതായത് ഞാൻ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വണ്ടി സ്റ്റോപ്പായി. സ്റ്റോപ്പ് പറഞ്ഞാൽ അതിൽ ഡിസ്പ്ലേ ഒന്നുമില്ല, ഒരു സപ്ലൈ വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം നമുക്ക് അടുത്തൊരു വർക്ക്ഷോപ്പിൽ കാണിക്കാനൊന്നും പറ്റില്ല. കാരണം ഇത് ഇലക്ട്രിക്കാണ് സംഭവം. അപ്പോൾ പിന്നെ അന്നേരം തന്നെ നമ്മൾ ഇതിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചു. ഷോറൂമിൽ നിന്ന് എക്സിക്യൂട്ടീവ് വീഡിയോ കോൾ വന്ന് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് അതുപോലെ ചെയ്തു. ഒരു 10 മിനിറ്റ് സമയം. ഒന്ന് ടെൻഷൻ അടിച്ചു നമ്മൾ, പക്ഷേ ആ 10 മിനിറ്റ് റെഡിയാക്കി. കാരണം ഇതിൻ്റെ വയറിങ്ങിൽ ഒരു ലൂസ് ഇത് വന്നതാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഉടനെ തന്നെ നിങ്ങൾ ഷോറൂമിൽ ഒന്ന് കൊണ്ടുപോയി കാണും. ഇപ്പോൾ വണ്ടി കറക്റ്റ് റണ്ണിങ് ആയി, ഷോറൂമിൽ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അത് കറക്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു തവണ ഷോറൂമിൽ പോകേണ്ടി വന്നത്. പിന്നെ ഇതിലൊരു കണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ഒന്നും വരുന്നില്ല. പെട്ടെന്നൊരു ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു തിരക്കിട്ട് പോയി വണ്ടിയോടെ വെച്ച് തിരിച്ചു വരുന്ന സമയത്തായിരിക്കും ഓൺ ആക്കുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ വരും. പിന്നെ അത് കുറേ ടൈം എടുത്തത് റീസ്റ്റാർട്ട് വരാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പെട്ടെന്ന് ഒരു എമർജൻസി ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് അത് വന്നു. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ 2 കാര്യങ്ങൾ. കാരണം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ ഫോണിലൊക്കെ ആയാലും അപ്ഡേഷൻ വരുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ചെയ്യണമെന്നൊരു ഇത് വരും. അപ്പോൾ നമുക്കൊരു കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം. പക്ഷേ അതൊരു സത്യം പറഞ്ഞ ഒരു പ്രോബ്ലം ആണ്. അത് 1-2 തവണ അങ്ങനെ അപ്ഡേഷൻ വന്നു. കാരണം ഇനീഷ്യലി ഇത് വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലോക്ക് സിസ്റ്റം ഇല്ലായിരുന്നു. പിന്നെ ആ അടുത്ത അപ്ഡേഷനിൽ വന്നൊരു മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്ലോക്കും കൂടെ ആഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഇതായി. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി കീ ഇല്ലല്ലോ, എല്ലാം നമ്മുടെ ഈ ബട്ടണിൽ പ്രസ്സിംഗ് ആണ്. അതായത് എനിക്ക് തോന്നിയൊരു ഫീലിംഗാണ് പറയുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി വെച്ചു, നമ്മളൊരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്ത് തിരിച്ചു വന്ന് നമ്മൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് ഈ പാസ്വേഡിലേക്ക് കണ്ട് ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ തൊട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കും, എൻ്റെ വണ്ടിക്ക് എന്തോ പ്രശ്നം പറ്റിയില്ലോ, കുറേ നേരമായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ഫീലിംഗ് വരും. നേരെ വെച്ച് ടച്ചിലേക്ക് ആവുകയാണെങ്കിൽ, പക്ഷെ അടുത്ത വേരിയന്റ് ടച്ച് ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും കോസ്റ്റ് സേവിംഗ് കൂടെ നോക്കുമ്പോൾ എല്ലാം നോക്കണമല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് നോക്കണമല്ലോ. ഇത്തരം ഈ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള വണ്ടികൾക്ക് ഇത്തരത്തിലുള്ള പല
പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ MG കോമറ്റിൽ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ റിവേഴ്സൊക്കെ വീഴാൻ ഒരു ഇത്തിരി സമയം എടുക്കും വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതിങ്ങനെ ഒന്ന് വണ്ടി സോഫ്റ്റ്വെയർ ഒക്കെ റെഡിയായൊക്കെ വരുന്നൊരു സംഭവമുണ്ട്. മൊബൈൽ ആയാലും പിന്നെ ഒന്ന് സ്വിച്ച് ഓഫ് ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് വരും. അപ്പോൾ എന്തായാലും ഒരു ഒല വാങ്ങിക്കാൻ ഒരാൾ ചോദിച്ചാൽ സജസ്റ്റ് ചെയ്യുമോ? എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഞാനത് എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി നെഗറ്റീവ് റിവ്യൂസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് നോക്കിയത് എല്ലാവരും പറഞ്ഞ പോലെ തുറന്നു പറയാമല്ലോ, കോസ്റ്റ് സേവിങ് ആണ് ഞാൻ മെയിനായിട്ട് നോക്കിയത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കിയപ്പം എനിക്ക് ഒരു വർഷത്തെ ഏകദേശം ഇതിപ്പോൾ നമ്മൾ പെട്രോൾ അതായത് 50 കിലോമീറ്റർ, അത് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്കെല്ലാം ഈ ലുക്ക് മാത്രമേ ഉള്ളൂ, മൈലേജ് വൈസ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഒരു 50 കിലോമീറ്റർ മൈലേജ് കൂട്ടിയാൽ തന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാൻ എൻ്റെ ഒരു ആവറേജ് ഒരു 1000 കിലോമീറ്റർ വെച്ച്, ആവറേജ് അല്ല മന്ത്ലി ഒരു 1000 കിലോമീറ്റർ വെച്ച് ഒരു ഇയർലി 12,000 കിലോമീറ്റർ വരും. അതിൻ്റെ പെട്രോളിന്ന് കൺസപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 24,000 രൂപ അടുത്ത് പെട്രോൾ നമ്മൾ 1 ഇയറിൽ വരും. ആ സമയത്ത് ഇതിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ഡിഫറൻസ് വരും. 2,500 രൂപ 3,000. ആ ഒരു ഡിഫറൻസ് ഭയങ്കരമാണ് 1 ഇയറിൽ. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി 3 ഇയർ വാറണ്ടി വരുന്നുണ്ട്, ബാറ്ററി, മോട്ടർ. പിന്നെ നമ്മളത് അഡീഷണൽ 2 വർഷം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ഇയറിലേക്ക് സേഫാണ്. പിന്നെ ഒരു ടെൻഷനായിട്ട് കിടക്കുന്നത് ഇതിന് റീസെയിൽ വാല്യൂ കിട്ടുമോ, ബാറ്ററി എന്താവും. പിന്നെ 5 വർഷത്തേക്ക് സേഫാണ്. അപ്പോൾ 5 വർഷത്തേക്ക് നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ പെട്രോൾ വണ്ടി എടുക്കുന്ന പ്രൈസും ഇത് കാരണം പെട്രോൾ വണ്ടിയൊക്കെ ഇതിന് പ്രൈസ് നമുക്ക് കുറവാണ് കിട്ടിയത്. ഏകദേശം 140 തൊട്ടാണ് എല്ലാ പെട്രോൾ വണ്ടി മിനിമം വരുന്നത്. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു സ്റ്റഡി നടത്തിയതിൽ ബെനിഫിറ്റ് ആയിട്ട് തോന്നി, അങ്ങനെ എടുത്തു. വിധിക്ക് വിടുക, കാരണം എല്ലാം നമ്മൾ നോക്കി കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ വണ്ടി ഈ ഒരു ഒറ്റ എൻ്റെ ഉപയോഗിക്കുന്ന ഈ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസ്. അല്ല, ആദ്യകാലത്ത് ഇതിന്റെ സസ്പെൻഷൻ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, പിന്നെ സർവീസിന്റെ പ്രശ്നം. ഇപ്പോൾ അതൊക്കെ പരിഹരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സർവീസ് പഴയതിൽ ഇപ്പം മെച്ചമായെന്ന് പലരും പറയുന്നുണ്ട്. പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെന്ന് വിചാരിക്കും. എന്തായാലും ഒരു തരത്തിലുള്ള വണ്ടി നിർമ്മിച്ച് ഒരു പരിചയമില്ലാത്ത കമ്പനിയിൽ നിന്ന് ഇത്ര നല്ലൊരു വണ്ടി വന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നല്ല താങ്ക് യു സോ മച്ച്. എല്ലാ ദിവസവും രാവിലെ ഇവിടെ കാണാം. തീർച്ചയായിട്ടും കാണാം. താങ്ക് യു. ഇടയ്ക്ക് വായിച്ചാണ് വരിക ഞങ്ങളുടെ ഓടാനല്ലേ. ഓക്കെ താങ്ക് യു. ഇനിയിപ്പോൾ മുഖവുരയൊന്നും ആവശ്യമില്ലാത്ത ഒരു വാഹനം, മഹീന്ദ്ര താർ. നമസ്കാരം. താറിൻ്റെ ഓണറെ പരിചയപ്പെടാം. പേര് വെൻഡ്രു. ശരിക്കും പേര് വെൻഡ്രു എന്നാണ്? ജോൺ വെൻഡർപള്ളി. അതെ, ശരി, വെൻഡ്രു എന്നാണ് അറിയപ്പെടുന്നത്. അതോളം. എവിടെ സ്ഥലം? എന്നോട് കരങ്ങാച്ചിറ. ഇവിടെ തന്നെയാണ്. ശരി. ആദ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ, താറിൻ്റെ 5 ഡോർ കണ്ടോ? കണ്ടു. റോക്സ് എല്ലാം കണ്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? എക്സ്റ്റീരിയർ ഇഷ്ടപ്പെട്ടില്ല, ഇന്റീരിയറും പ്രൈസും ഇഷ്ടപ്പെട്ടു. എക്സ്റ്റീരിയർ ഇഷ്ടപ്പെട്ടില്ല. എന്താണ് അതിൽ ഇഷ്ടപ്പെടാതെ പോയ ഭാഗം? എൻ്റെ എക്സ്റ്റീരിയർ എനിക്ക് താറെന്ന് പറയാൻ എന്നും ഈ 3 ഡോർ തന്നെയാണ് എൻ്റെ ഒരു സങ്കല്പത്തിൽ. അതുകൊണ്ട് എനിക്ക് പക്ഷേ ഇന്റീരിയർ തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിട്ടോ. കാരണം ഇതിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ട്, അതെല്ലാം കുറേ റെക്ടിഫൈ ചെയ്താണ് അവർ ഇറക്കിയത്. കാരണം ഇതിന് ആംറസ്റ്റ് ഇല്ല, പിന്നെ പെട്രോൾ അടിക്കണമെങ്കിൽ ഇറങ്ങി വന്ന് പെട്രോൾ അടിക്കും, യാതൊരു കുഴപ്പമില്ല. കുറെ റിഫൈൻഡ് ആയിട്ടാണ് റോക്സ് ഇറങ്ങിയത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഇതെല്ലാം എക്സ്ട്രാ ഹൈറ്റ് ചെയ്താ, എല്ലാം എക്സ്ട്രാ ഇന്റീരിയർ ആണെങ്കിൽ പോലും എല്ലാം എക്സ്ട്രാ ഹൈറ്റ് ചെയ്താ. ഇവിടെ ഇപ്പൊ കുറെ മാറ്റങ്ങൾ എന്തൊക്കെ ചെയ്തു? ഞാൻ ഗ്രില്ല് ചെയ്തു, ബമ്പർ ചെയ്തു, ലൈറ്റ്സ്, റേഡിയേറ്റർ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, ഹിഞ്ചസ്, ടെയിൽ ലാമ്പ്, സ്പേസസ്, പിന്നെ ഇന്റീരിയർ കുറെ ചെയ്തിട്ടുണ്ട്. ബോഡി ഇങ്ങനെ നിൽക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം മാറ്റി. പിന്നെ ഞാൻ ഇത് എടുക്കാൻ നേരത്തിന് അവർ പറഞ്ഞായിരുന്നു റോക്സ് എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങുന്നുണ്ടോ 2 മാസം കഴിഞ്ഞ് എടുക്കണോ ചോദിക്കും. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിത് എൻ്റെ പർപ്പസ് ആണ്, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്തു. എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ ഭയങ്കര, എനിക്ക് വലിയ ഓട്ടോ ഒന്നും ഇല്ല. എന്താ ചെയ്യുന്നത്? ഞാൻ ഇൻഫോപാർ കമ്പനി ജോലി ചെയ്യാം. ഇവൈക്കാര് നന്നായിട്ട് ജോലി ചെയ്യുന്നവരായതുകൊണ്ട് അധികം സമയം കിട്ടുന്നുണ്ടാവില്ല ഇതിനല്ലേ? പക്ഷെ എനിക്ക് സമയം കിട്ടാറുണ്ട്. ഓഫ് റോഡ് പോകുമോ? ഞാൻ പോകാറില്ല. ഇല്ല. ഇതേതാ, ഡീസലോ പെട്രോൾ? ഇത് പെട്രോൾ. ഞാൻ ഓട്ടോ ഇല്ലാത്ത കാരണം ഡീസൽ എടുത്താൽ മുതലാവില്ലെന്ന് എനിക്കറിയാം. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് മൈലേജ് ഇല്ല എന്നുള്ള ഒരു പരാതികൾ ഉണ്ട്. ഞാൻ എടുക്കുന്നതിന് മുന്നേ എനിക്ക് അറിയാമായിരുന്നു മൈലേജ് ഒരു 7-8 കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ ഞാനത് പിന്നെ ഒരു ഷോ കാരണം ഞാൻ പിന്നെ അപ്പാർട്ട് ഫ്രോം ഈ മൈലേജ് എന്താണ് ഇതിന്റെ ഒരു നെഗറ്റീവ് പറയാവുന്നത്? ഇതിന് നെഗറ്റീവ് ആക്ച്വലി ഇതൊരു ഓഫ് റോഡിങ് വെഹിക്കിൾ ആയത് കാരണം ഇവിടെ കുറെ ഗ്രാബ് ഹാൻഡിൽസ് ഇതൊക്കെ എക്സ്ട്രാ പിടിപ്പിച്ച, പിന്നെ ആംറെസ്റ്റ്, അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വെക്കേണ്ട ഒരു കാര്യങ്ങളാണ് സംഭവം. പക്ഷെ അതൊന്നും ഇത് വെച്ചിട്ടില്ല. അതൊരു സങ്കടമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും തോന്നിയിട്ടില്ല. നമ്മളൊരു ഒരു ലോറി ഇരിക്കുന്ന ഫീൽ ചെയ്തില്ല. പോസിറ്റീവ് എന്തൊക്കെയായിരിക്കും?
ഒരു കോൺഫിഡൻസ് ഉണ്ടില്ലായിരിക്കും, ഇടിച്ചാലൊന്നും പറ്റില്ല, റിവേഴ്സ് എടുത്താൽ പോലും വണ്ടി ടയറിലേക്ക് ഇടിക്കുള്ളൂ, വണ്ടിക്കൊന്നും പറ്റില്ല, അങ്ങനെ കുറെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഇതിൽ ഒത്തിരി ദൂരമൊക്കെ ഓടിച്ചോ? കുറെ ദൂരമൊക്കെ പോയിട്ടുണ്ടോ? സത്യം പറഞ്ഞില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് പെരുമ്പാവൂര് ഇങ്ങോട്ട്, പിന്നെ അമ്മൂട് മോട്ടോടെയാണ്, അപ്പൊ അങ്ങോട്ടേക്ക് പോകും. അപ്പൊ ബാക്കിലിരുന്ന ആരെങ്കിലും യാത്ര ചെയ്യാറുണ്ടോ? അതൊരു വലിയൊരു പ്രശ്നം തന്നെ ഇതിന്റെ. കാരണം ഞങ്ങൾ പെരുമ്പാവൂർ വന്ന നേരത്ത് പുറകിൽ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, സ്മൃതിയും ബിഞ്ചും. രണ്ടുപേരും ഛർദ്ദിച്ച് വാള് വെച്ച്. ഇതിന്റെ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ചില്ല് കാത്താൻ പറ്റില്ല, ഛർദ്ദിക്കണ നമ്മൾ മാറണം. അല്ലെങ്കിൽ മറ്റേതുപോലെ അജു വർഗീസിനെ പോലെ ഇവിടെ വെക്കണം വരും. ഫ്ലൈറ്റിലൊക്കെ പോലെ ഛർദ്ദിക്കാനുള്ള. പക്ഷെ അതൊക്കെയാണ് ഈ റോക്സിന്റെ ഒരു പ്രത്യേകത. റോക്സ് നമ്മൾ 5 ഡോർ ആയത് തന്നെ ആക്സസിബിലിറ്റി എളുപ്പമാണ് എല്ലാത്തിന്റെയും. പിന്നെ ഇന്റീരിയർ ഭയങ്കര നല്ല വില പൊട്ടയം പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അല്ല ശരിക്കും റോക്സ് എല്ലാ പ്രശ്നവും പരിഹരിച്ച് വന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിൽ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ചെയ്യണമായിരുന്നു, അല്ലേ, വരേണ്ടതായിരുന്നു. അത് വാസ്തവം, അത് വലിയൊരു ഇത് തന്നെയാണ്. കുറെ ചെയ്യാമായിരുന്നു ശരിക്കും. എക്സാക്ട്ലി. ഈ ബാക്കി ഇരുന്നവർ ഈ ബോഡി റോളിനെ പറ്റി വല്ലതും പറഞ്ഞോ? വളരെ മോശം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് എടുക്കുന്ന അപ്പൻ, അമ്മ, അമ്മച്ചി, അപ്പച്ചൻ, ഇവർ 4 പേർക്കും കയറാൻ വരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഓർത്തോണ്ടിരുന്നത്. പക്ഷേ പിള്ളേർക്കും എല്ലാവർക്കും കയറാൻ പാടാണ് ബാക്കിലേക്ക്. ശരിക്കും ഒരു 2 സീറ്റർ വണ്ടിയാണിത്. എക്സാക്ട്ലി. അല്ലേ, ഇപ്പൊ 4 സീറ്റർ പോവാണെങ്കിൽ റോക്സിന് വേറെ ഞാൻ എടുക്കുവാണെങ്കിൽ സ്കോർപ്പിയോ അല്ലെങ്കിൽ XUV7 എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്റെ ഫ്രണ്ട് ബിജോയ്ക്ക് ഒരു XUV7 ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അതുകൊണ്ട് എന്നോട് ചോദിച്ചു റോക്സ് എടുക്കാം. ഞാൻ റോക്സ് എടുക്കാൻ എന്നാത്തിൽ റോക്സ് എടുക്കണേ, ഇതെടുത്താൽ പോരെ, ഇതാകുമ്പോൾ 2 ഡോറാണ്. പിന്നെ വേറെ ഏതാ വണ്ടി ഉള്ളത്? എൻ്റെ ഒരു ഹോണ്ട 2010 ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു. പിന്നെ i10 ഗ്രാൻഡ് ഉണ്ട്. അപ്പോൾ ഹോണ്ട സിറ്റി കുറച്ച് മാനുവലാണ്, അപ്പോൾ i10 ഗ്രാൻഡ് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് അപ്പന് വേണ്ടി എടുത്താണ് ഓട്ടോമാറ്റിക്. പക്ഷേ എപ്പോഴും ഞാൻ ഓടിക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഓടിക്കുകയാണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക് സുഖം പിടിച്ചു. അതുകൊണ്ടാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഞാൻ ഇത് ഓട്ടോമാറ്റിക് എടുത്തത്. ഫാമിലി എല്ലാവരും പോകണം ഇപ്പോഴും ഹോണ്ട സിറ്റി തന്നെ പറ്റൂ ഞാൻ വിറ്റു. ഇപ്പൊ i10 ഗ്രാൻഡ് ആണ് ഞാൻ കൂടുതൽ. പിന്നെ ഇപ്പൊ അമ്മച്ചിക്കാണ് ഭയങ്കര ഇഷ്ടമാട്ടോ. അമ്മച്ചി പറഞ്ഞു കയറാൻ എന്നാ പാഴാവെന്ന് പറയും, പക്ഷെ എന്നാലും അമ്മച്ചി കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ. പിന്നെ ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വേറെ ഒരു ഞാനിപ്പോ പറയരുത്, ഇങ്ങനെ ഓടി വരുമ്പോ എന്താ സാധനം വരുന്നൊരു അത് വാസ്തവമാണ്. ഞാൻ ഒരു ടിൻഡു വിളിച്ചിട്ടില്ല, നല്ല അറിയട്ടേന്ന് വിചാരിച്ചു. നമ്മൾ താറെടുത്തല്ലേ. എത്ര കാലം എടുത്തിട്ട്? ഞാൻ 4 മാസം എടുത്തിട്ട്. 4 മാസമായിരുന്നു. അപ്പൊ ഞാൻ താറെടുത്തിട്ട് സ്റ്റേറ്റസ് ഒക്കെ ഇട്ടു, അറിയണമല്ലോ. അപ്പൊ സ്റ്റേറ്റസ് ഒക്കെ ഇട്ടപ്പോ ഒരു 100 പേര് 60 പറഞ്ഞറിയാമോ, അപ്പൊ നീ എന്നെ പൊട്ടറാടാവേ, റോക്സ് ഇറങ്ങാൻ നേരത്താണോ നീ ഈ പാട്ട് വണ്ടി എടുത്തത്, ഇതാകുമ്പോൾ നിനക്ക് ട്രോഫി ആയിട്ട് എടുക്കില്ലെന്ന് വിചാരിച്ചു. എല്ലാവരും നെഗറ്റീവ് കമന്റ്സാ പറയാം. പക്ഷെ എനിക്കെന്താ ഇതിനോട് ഭയങ്കര ഇഷ്ടം. അല്ല, വേറൊരു കാര്യം ആലോചിച്ച് നോക്കി, ഇഷ്ടം പോലെ താർ 3 ഡോർ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും നെഗറ്റീവ്സാണ് കൂടുതൽ പറയാം. പക്ഷെ ഇതൊരു ആഗ്രഹമാണ്, അല്ലേ? ഇതൊരു വികാരമാണ്. അതാണ് ഇതിനൊരു കാഴ്ച. പൊന്നിടാവ് ഇതൊക്കെ ഉണ്ടല്ലോ, കാല് കൊടുത്താണ്ടല്ലോ ഷുറാന്ന് പറഞ്ഞ പോകും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പെട്രോളിന്റെ ഒരു ഗുണം അതാ. ഡീസലിനേക്കാൾ പവർ പെട്രോളിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2 ഓടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് പെട്രോൾ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം, അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതിന് പെട്രോൾ മോഡലിന് ഫ്രണ്ടിൽ ഇത്തിരി വെയിറ്റ് കുറവ് പോലെ നമുക്ക് തോന്നും. ഡീസലാകുമ്പോൾ ഒരു ഹെവി ഒരു വെയിറ്റ്, ഡീസൽ ഓടിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആട്ടോ, ഭയങ്കര റിഫൈൻഡ്, വെൽ റിഫൈൻഡ് ആൻഡ് ഭയങ്കര സ്മൂത്ത് ആണ്. ഞാനിപ്പോൾ ഇവിടുന്ന് മോട്ടോറിലേക്ക് പോകാൻ നേരത്ത് തന്നെ എനിക്കിങ്ങ് ഈ വണ്ടി എന്നെ കൊണ്ട് പോകണമല്ലോ എനിക്ക് തോന്നാറില്ല, അത്ര മാത്രം സുഖം ഓടിക്കാൻ. ശരിയാണ്. മഹീന്ദ്രയുടെ എഞ്ചിനുകളെല്ലാം ഇപ്പം അൾട്ടിമേറ്റ് ആണ്, ഗംഭീര എഞ്ചിനുകൾ. പിന്നെ വൈബ്രേഷൻ ഒന്നും ഇല്ലല്ലോ, വളരെ സ്മൂത്ത് അല്ലേ? അല്ലേ, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ, ഇക്തായി എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ഞാനിപ്പോ. ഓൾ കേരള താർ അസോസിയേഷന്റെ ഒരു ഗ്രൂപ്പിലുണ്ട്. ഞാൻ 7 പേരെ ഉള്ള ഗ്രൂപ്പില്ല, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിച്ചല്ലേ, ഓൾ കേരള താർ ഓണേഴ്സ് അസോസിയേഷൻ. ഓക്കെ, അപ്പൊ അതിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നോളൂ, കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങളൊരു ഞാന്, ആസിഫ്, സാബിയോ, അരുണ്, ബിജോയ്, അങ്ങനെ മെർവിന് കുറച്ച് പേരുണ്ട്. ജോ. ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്മൂത്ത് ആണ്, എല്ലാം അടിപൊളിയാണ്, പക്ഷെ എന്നും കംപ്ലൈൻസാ. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെയാ പറഞ്ഞത്, എന്റെ പൊന്നു വേണ്ടു എടുക്കലടാവേ എന്നാ കംപ്ലൈൻസ് ആണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ഞാൻ പോകാറില്ല. അധികം ഓട്ടം ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യം. അതെ, ഒട്ടുമോ ഞാൻ ഓഫീസിൽ പോവാ, തിരിച്ചു വരിക, പിന്നെ അടുത്തൊക്കെ ബന്ധുക്കള് വാപ്പച്ചമ്പര് വീട്ടിൽ പോവാ, അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ താറിനെ പറ്റി എല്ലാവരും പറഞ്ഞത് അത് തന്നെയാണ്. ഇതൊരു വലിയ പ്രാക്ടിക്കൽ വണ്ടിയൊന്നുമല്ല, പക്ഷേ ഇത് തരുന്ന ഒരു ഫീലുണ്ട്. അതാണ് ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്തായാലും രണ്ടും അടിച്ചു പൊളിക്കുക. അതെ കേട്ടോ. അപ്പം പെട്രോൾ അടിച്ചു പൊളിക്കുക. ഇഷ്ടംപോലെ പെട്രോൾ അടിക്കേണ്ടി വരുമല്ലോ. ഓയ്യോ, എൻ്റെ പെട്രോൾ കുടിച്ചോണ്ടിരിക്കുക, അതൊരു വർഷമുള്ളൂ. 7-8 ഉണ്ടോ? 7-8 കിട്ടും. പിന്നെ കാല് കൊടുത്താൽ അതും പോകും, അല്ലേ? ഞാൻ അധികം കാല് കൊടുക്കാറില്ല, അത് നല്ലതാണ്. ആൾക്കാരെ മാന്യന്മാരായിട്ട് കൊണ്ടുപോകും, അധികം കാല് കൊടുക്കാതെ. പെട്രോൾ കത്തല്ലോ എന്ന് ആലോചിച്ച് എല്ലാവരും ഒന്ന് ചവിട്ടി. അപ്പോൾ അല്ല, താങ്ക് യു സോ മച്ച്. ഓക്കെ.
അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നല്ല ഫുൾ ഗിയറിൽ റൈഡിങ് ഗിയറൊക്കെ ഇട്ട് നിൽക്കുന്ന യമഹ R15 ഓണറിനെയാണ്. നമസ്കാരം മാം. നമസ്കാരം. നമസ്കാരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ റിമ്മ കേട്ടോ. ഇത് അഡീഷണൽ ചെയ്തതല്ലേ? അഡീഷണൽ ചെയ്യിപ്പിച്ചു. എന്താ ചെയ്യുന്നത്? എന്താ പേര്? എൻ്റെ പേര് നന്ദു. എന്ത് ഞാൻ മാരുതി ഷോറൂമിൽ വർക്ക് ചെയ്യണം. ചെയ്യുന്നത്? അത് ശരി. മാരുതി ഏത്? സായി സർവീസ് നെക്സൈൽ. അത് ശരി. എവിടെ? കായംകുളത്ത്. ചിലപ്പോൾ ഇവിടുത്തുകാരനാണോ? അല്ലല്ല, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഇതിലായിട്ട് വന്നപ്പോൾ റെഡി ആയിട്ട് വന്നത്. അത് ശരി. ഓക്കെ ഓക്കെ. എന്താണ് എത്ര കാലം എടുത്തിട്ട് വണ്ടി? ഞാനിത് 2018 എടുത്തത്. ഏകദേശം ഇപ്പോൾ 6 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. അന്ന് എത്ര രൂപയ്ക്ക് എടുത്തു? അന്ന് 1.55. എന്തുകൊണ്ടാണ് പല വാഹനങ്ങൾ ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടായിട്ടും R15 മനസ്സ് പോയത് എന്തുകൊണ്ടാണ്? ശരിക്കും ഇതിലേക്ക് വരാൻ ഞാൻ കുറേ ബൈക്കുകൾ നോക്കുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ. ജിക്സർ, RC അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഫസ്റ്റ് ഓൺലൈനിലൊരു ആഡായിട്ടാണ് ഈ സാധനം കാണുന്നത്. അപ്പം ഇതിന് ഫസ്റ്റ് വീഡിയോ കാണുന്നത് ഒരു ട്രാക്കിൽ ഇങ്ങനെ റേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഒരു മൈൻഡ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വണ്ടികൾ എടുക്കണം. പക്ഷെ വീട്ടിൽ സമ്മതിക്കില്ല. എങ്കിലും ആഗ്രഹത്തിന് പോയി ബുക്ക് ചെയ്തു. വീട്ടിൽ പറയാനാണ് ബുക്ക് ചെയ്തു. നല്ല വെയിറ്റിംഗ്, ഏകദേശം ഒരു 4-5 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഫസ്റ്റ് ഫ്ലഡ് വന്ന സമയത്താണ് ഈ വണ്ടി കിട്ടിയത്. അപ്പം കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. 6 വർഷമായിട്ട് നമ്മൾ പ്രതീക്ഷ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ? കുഴപ്പമില്ല, പക്ഷേ ആ പൈസക്കുള്ള വർത്താണ്. അതെ, 1.55 ശരി, തീർച്ചയായിട്ടും ഒന്നതരം വാല്യൂ ഫോർ മണിയാണ്. നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് മൈലേജ് തരുന്ന ഒരു വെഹിക്കിളാണ്. എന്ത് മൈലേജ് എടുക്കുന്നുണ്ട്? നമുക്ക് ഹൈവേസിലേക്ക് ക്രൂസ് ചെയ്യുക, ഒരു 100-ൽ 110-ൽ ക്രൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 50-ന് താഴെ എങ്ങനെയാലും മൈലേജ്. അതെ, ശരി. ആ സ്പീഡിൽ പോലും കിട്ടും. ശരി. എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എനിക്ക് മൈലേജാണ് ഇഷ്ടപ്പെട്ടത്. ലുക്കും മൈലേജും. ലുക്ക് അമേസിംഗ് ആണ്, പറയാതിരിക്കാൻ. എന്താണ് നെഗറ്റീവ്? പെട്ടെന്ന് പറയാൻ നെഗറ്റീവ് സർവീസ് ആണ്. ആണല്ലേ? സർവീസ് കുറച്ച് മോശമാണ്. പക്ഷേ വണ്ടി എടുത്ത ടൈമിലെന്ന് പറഞ്ഞാൽ ഷോറൂം അങ്ങനെ ഇതിൻ്റെ സർവീസൊക്കെ അവൈലബിളായിട്ട് വരുന്നേ ഉള്ളൂ. ആ ടൈമിൽ തൊടുപുഴ, കൊച്ചി അങ്ങനെയൊക്കെ വന്നിട്ടായിരുന്നു ഞാൻ സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ കായംകുളം, മാവേലിക്കരൊക്കെ നോക്കുവാണെങ്കിൽ നല്ല സർവീസ് സെൻ്റർ ഇല്ല. സർവീസ് സെൻ്റർ ഇല്ല എന്ന് പറയുന്നത് അത് ഈ ഇത്തരത്തിലുള്ള കുറച്ച് വില കൂടിയ യമഹയുടെ വണ്ടികൾക്കാണോ സർവീസ് പ്രശ്നം? അതോ മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട് ഷോറൂം ബേസ്. പ്രത്യേകിച്ച് ഒരു മാരുതിയുടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്താണ് സർവീസിന് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്? എന്താ അവരുടെ എക്സ്പെർട്ടൈസിന്റെ പ്രശ്നമാണോ? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തു, അത് ഓക്കെ ആണോ എന്ന് തരുന്നു. പക്ഷെ ഒരു 4 ദിവസം വരെ അത് കുഴപ്പമില്ല. ഒരു 5-ാം ദിവസം നമുക്ക് പിന്നെ അതൊരു പ്രശ്നമായിട്ട് വന്നു. ശരി. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഈ പറഞ്ഞാൽ ഇത്രയും വില കൊടുത്ത് ആഗ്രഹിച്ചൊരു വാഹനം വാങ്ങിച്ചിട്ട്, അതും ഒരു വലിയ കാറൊന്നുമല്ല, ചെറിയൊരു ബൈക്കിൻ്റെ കാര്യത്തിൽ പോലും ആ സർവീസ് ഇഷ്യൂ വരാൻ പാടില്ല. ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ ഇഷ്ടമാണോ? നമുക്ക് ഇത് കുറച്ചൊരു ഡക്കിൻ ചെയ്തേക്കും. നമുക്കൊരു ട്രാക്കിൽ ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു വണ്ടിയാണ്. ആ ഒരു ഇതിലാണ് ഇത് സ്പോട്ടി ചെയ്തേക്കുന്നത്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. കുറച്ച് കുനിഞ്ഞിട്ട് വേണം ഓടിക്കാൻ. പിന്നെ എന്ന് പറഞ്ഞാൽ ലോങ് ടൂർ ഒറ്റയടിക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞ് റെസ്റ്റ് എന്തായാലും എടുക്കണം. അല്ലേ ഷോൾഡർ പെയിനും നല്ല ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നല്ല അതിൻ്റെ പെയിൻ, ലഗേജ് ഉണ്ട്, അതിൻ്റെ പെയിൻ കാര്യങ്ങളെല്ലാം വരുന്നു. ഈ ഫുൾ ഗിയറിലാണ് എപ്പോഴും ഓടിക്കുക? ഞാൻ സേഫ്റ്റി ഫസ്റ്റ് ആണല്ലോ, അങ്ങനെയാണ്. ഞാനത് പറയാൻ കാര്യം ഇത് കണ്ട് പഠിക്കണം എല്ലാവരും. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു ചെറിയ വീഴ്ചയൊന്നും വീണാൽ വലിയ തരക്കേടില്ലാതെ ഊരിപ്പോരും. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ബൈക്കുകളൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഒക്കെ വന്നല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കുറവാണല്ലോ. ഇതിനകത്ത് ഫീച്ചേഴ്സ് ഒന്നുമില്ല, ഇലക്ട്രോണിക്സ് ഒന്നുമില്ല, ABS പോലും ഇല്ല വണ്ടിയിൽ. അപ്പൊ അതൊരു കുറവല്ലേ? തീർച്ചയായിട്ടും കുറവാണ്. ഇപ്പൊ ഏറ്റവും പുതിയ ടൈമിന് നമുക്കിത് മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇത് കുറെ അപ്ഡേറ്റ് ആയിട്ട് വന്നപ്പോൾ നമുക്കിത് വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ ഇഷ്ടംപോലെ ബൈക്കുകൾ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് ട്രയംഫും അതുപോലെ ഹാർലി ഒക്കെ വന്നു തുടങ്ങി. എന്തായാലും പുതിയ ബൈക്ക് മനസ്സിൽ പെട്ടിട്ടുണ്ടോ? അതെ, ഉണ്ട്. എനിക്ക് കാവാസാക്കിയുടെ നിഞ്ച 400 എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് അതിൽ കാണുന്നൊരു സംഭവം? എന്താണ് എന്നുവെച്ചാൽ ഇതിപ്പോൾ ഒരു 155cc ആണ്. നമുക്കതൊരു 400cc കൊടുക്കും. നമുക്ക് ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഓടിച്ചതൊരു സെറ്റായി. നമുക്കൊരു അപ്ഗ്രേഡ് ചെയ്യണോ, ഒരു 400cc ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് അത് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് എടുക്കും എന്ന് തീരുമാനിച്ച് ഇരിക്കുകയാണോ? ഓൾറെഡി എൻ്റെ ഒരു CBR 250R ഉണ്ട്. അപ്പം അത് നോക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്തായാലും എടുക്കും. എന്തായാലും CBR ഇതുമായിട്ട് ക്വിക്ക് കമ്പാരിസൺ ആണെങ്കിൽ അതാ അത് ഫാർ ബെറ്റർ ആണ്. അതിൻ്റെ സർവീസോ? കുഴപ്പമില്ല. നമ്മളിപ്പം ഇപ്പം നിലവിലെന്ന് പറഞ്ഞാൽ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്ത് 2018 വണ്ടി നിർത്തി കളഞ്ഞു. അപ്പം നമ്മൾ പുറത്ത് നമുക്ക് ത്രൂ ലോക്കൽ വർക്ക്ഷോപ്പിലാണ് ചെയ്യാറ് സർവീസും കാര്യങ്ങളും. കുഴപ്പമില്ല, നല്ല സർവീസാണ്. ഇതിന് സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? നമുക്ക് ഇത് വേറെ ചീപ്പാണ്. നമുക്കൊരു 3000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കാൻ പറ്റും. അതെ. ആ കാര്യത്തിൽ കുഴപ്പമില്ല. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വാല്യൂ ഫോർ മണി. ഇപ്പം ഫ്യൂവലിന്റെ കാര്യത്തിനായാലും മെയിൻ്റനൻസിന്റെ കാര്യത്തിന് വാല്യൂ ഫോർ മണിയാണ്. അതെ. ഈ പുതിയ ഇലക്ട്രിക് ബൈക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ. ഓടിച്ചിട്ടുണ്ടോ? ഏതാ ഓടിച്ചിരിക്കുന്നത്? Gen 1 ഉണ്ട്. അല്ല, ഫ്രണ്ടിന്റെ വണ്ടിയാണ് യൂസ് ചെയ്യാറ്. അല്ല, ഞാൻ ചോദിച്ചാൽ ഇപ്പം അൾട്രാ വയലറ്റ് ഒക്കെ പോലെയുള്ള ഇത്തരത്തിലുള്ള ബൈക്കുകൾ ഓടിച്ചു നോക്കിയോ? ഇല്ല, അത് ഞാൻ നോക്കിയിട്ടില്ല. അത് താല്പര്യമുണ്ടോ? എന്താ നിങ്ങളുടെ മനസ്സറിയാൻ? നമ്മൾ പെട്രോൾ വണ്ടി ഓടിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എനിക്കൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. താല്പര്യമില്ല. ഇപ്പൊ മാരുതിയുടെ ഇലക്ട്രിക് വാഹനം വരികയാണ് അല്ലേ? അപ്പൊ ഇതൊക്കെ മാറ്റി പറയേണ്ടി വരികയല്ലേ?
തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മാർക്കറ്റിൽ വിൽക്കുന്നത് ഇപ്പം അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ മാർക്കറ്റിൽ ഇപ്പം നമ്മുടെ ഹൈബ്രിഡ് വണ്ടികളുണ്ട്, നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് കൊള്ളൂല, അതിന് കുറേ നെഗറ്റീവ്സ് പറഞ്ഞിട്ടാണ് നമ്മുടെ ഹൈബ്രിഡ് വണ്ടികൾ നിൽക്കുന്നത്. അത് ശരിയാണ്. വരുമ്പോഴത്തേക്കും നമ്മളെന്ത് ചെയ്യും, നേരെ മാറ്റി പറയാം, കാരണം നമുക്ക് സെയിൽ വേണ്ടേ, നമ്മൾ മാറ്റി പറയാൻ പറ്റുള്ളൂ. പിന്നെ മാരുതിയുടെ എന്ന കാര്യത്തിൽ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഇലക്ട്രിക് SUV വരുന്ന വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൊള്ളാമെങ്കിൽ എടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. മാരുതി ആകുമ്പോൾ നമുക്ക് ഭയങ്കര റിലയബിൾ ആയിരിക്കും, ഒന്നും പേടിക്കാനില്ല. ഒരിക്കലും ഒരു മോശം വണ്ടിയായിട്ട് മാരുതി വരില്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല വാഹനമായിരിക്കും. എന്തായാലും ഈ പറഞ്ഞ പോലെ എല്ലാവരും സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇതുപോലുള്ള റൈഡിങ് ഗിയറൊക്കെ ഉപയോഗിക്കുക. ചെറിയ അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ ഈ ഒരു റൈഡിങ് ഗിയർ മതി. സ്പീഡ് എങ്ങനെയാണ്? കാര്യമായ രീതിയിൽ കുഴപ്പമില്ല, ആവശ്യത്തിന് മാത്രം. അതെ, ഏറ്റവും കൂടുതൽ ദൂരം പോയിരിക്കുന്നത് എവിടെയായിരിക്കും ഇതിൽ? ഞാൻ ബാംഗ്ലൂർ ഓൾമോസ്റ്റ് കേരള ഫുൾ കവർ ചെയ്തിട്ടുണ്ട്, തമിഴ്നാട് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ പറഞ്ഞ 50 കിലോമീറ്റേഴ്സിൽ നമുക്ക് റെസ്റ്റ് ചെയ്ത് തന്നെ പോകേണ്ടി വരും? തീർച്ചയായിട്ടും. മാക്സിമം ഒരു 70 ഒരു 80 അതുവരെ പോകാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നല്ല പെയിൻ എടുക്കും. അപ്പം ഒരു ചായ കുടിക്കാൻ വേണ്ടി റെസ്റ്റ് എടുക്കും, എന്തായാലും ഹോൾട്ട് എടുക്കും. അതെ. അപ്പോൾ CBRന്റെ കാര്യത്തിലോ? അതിൽ പ്രശ്നമില്ല, നമുക്ക് 100 200 എത്ര വേണമെങ്കിലും ഓടിച്ചിട്ട് പോകും, ആ ഒരു പ്രശ്നമില്ല. ഇതെന്ന് പറഞ്ഞാൽ സ്പോർട്സ് കാറ്റഗറിയാണ്, അത് ടൂറിംഗ് കാറ്റഗറിയാണ്. ശരി, ടൂറിംഗ് എന്ന പേര് തന്നെയുണ്ട്, ടൂർ ചെയ്യാൻ വേണ്ടി തന്നെ ഉള്ളതാണ്. ഇത് ശരിക്കും ഒരു ട്രാക്കിലേക്കൊക്കെ പറ്റുന്ന റൈഡിങ് പൊസിഷനാണ് എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സുരക്ഷിതമായിട്ടൊക്കെ ഓടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി പുതുതായിട്ട് വരുമ്പോൾ നമുക്ക് പിടിക്കാം. നിഞ്ച വാങ്ങിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു ടാറ്റ നെക്സോൺ പെട്രോൾ വേരിയന്റിന്റെ ഓണറിനെയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? കിരൺ. എന്താണ് കിരൺ? ഞാനിവിടെ പത്തടിപ്പാലത്ത് ആറ്റം ലൈഫ് എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് ബൈക്കിന്റെ ഷോറൂമിൽ വർക്ക് ചെയ്യാം. ആറ്റം ബൈക്ക്? ആറ്റം ലൈഫ്. ബൈക്കിന്റെ പേര് ആറ്റം വേഡർ എന്നാണ് ബൈക്കിന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓടിക്കാൻ തരാത്ത? നമുക്ക് ഉണ്ടാക്കാം, ഓടിക്കണമല്ലോ. നമ്മളൊരു പുതിയ വണ്ടി നമ്മൾ അറിയണ്ടേ? ഞാൻ അതിന്റെ ഷോറൂം ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് കോൺടാക്ട് ചെയ്യാം. അതെ, എവിടത്തുള്ള കമ്പനിയാണ്? ഹൈദരാബാദ് ബേസ്ഡ് കമ്പനി. ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ വന്നിട്ട് 2018 നമ്മളിത് തുടങ്ങിയത്. നമുക്കിതിന് മുമ്പ് V-ബോർഡും സോളാർ പാനൽസുമാണ് നമ്മുടെ മെയിൻ ഇതുണ്ടായിരുന്നത്. ഇപ്പോൾ ആറ്റം ഓട്ടോമൊബൈൽ സെക്ഷനിലേക്ക് 2018 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എത്ര രൂപ ബൈക്കിന്റെ വില? ബൈക്ക് നമുക്ക് ട്വിൻ സീറ്ററുണ്ട്, സിംഗിൾ സീറ്ററുണ്ട്. ട്വിൻ സീറ്ററിന് നമുക്ക് 1,55,000 വരുന്നത്. സിംഗിൾ സീറ്റർ ആകുമ്പോൾ 1,22,000. എന്താ റേഞ്ച് ഉണ്ട്? റേഞ്ച് 100 കിലോമീറ്റേഴ്സ്. പിന്നെ 3 റൈഡിംഗ് മോഡ് ഉണ്ട്. എന്താ നോർമൽ, എക്കോ മോഡ്, റൈഡ് മോഡ്, സ്പോർട്ട് മോഡ്. മാക്സിമം നമുക്ക് അതിൽ പോകാൻ പറ്റിയ കിലോമീറ്റർ മീൻസ് സ്പീഡ് 65 കിലോമീറ്റർ. നന്നായിട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ റീസെന്റ് തുടങ്ങിയിട്ടാണ് ട്രേഡ് ലൈസൻസ്. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ഫസ്റ്റ് ഷോറൂമാണ്. നമുക്ക് വേറെ ബാംഗ്ലൂർ, അഹമ്മദാബാദ്, പിന്നെ മുംബൈ, ചെന്നൈയിലൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു ദിവസം നമുക്ക് ഓടിക്കാൻ കൊണ്ടോ, നമുക്ക് ഓടിച്ച് നാട്ടുകാർ അറിയണമല്ലോ. അപ്പോൾ എന്താണ് നെക്സോൺ എടുക്കാനുള്ള കാരണം? നെക്സോൺ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചത് ഫോക്സ്വാഗൺ വെൻഡോ 1.6 ഡീസലായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജോലിയുടെ ആവശ്യമായിട്ട് ബോംബെക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോൾ അതൊരു ഡീസൽ വണ്ടി കുറേ ദിവസം ഞാൻ മാത്രമേ വീട്ടിൽ വണ്ടി ഓടിക്കുന്നുള്ളൂ. അപ്പോൾ കുറേ ദിവസം വീട്ടിൽ നിർത്തിയിട്ടപ്പോൾ കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് കാരണം പിന്നെ വീട്ടിൽ നിന്നൊരു ഇത് വന്നു, ഇന്ത്യൻ മെയ്ഡ് വാഹനം വാങ്ങിയാൽ മതി, വേറെ ജർമ്മനോ അല്ലെങ്കിൽ അമേരിക്കനോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അപ്പോൾ ആദ്യം മാരുതിയിലേക്ക് നോക്കി. പിന്നെ നമ്മൾ ബിൽഡ് ക്വാളിറ്റി, കാരണം നമ്മൾ ഫോക്സ് വാഗൺ എന്നാണല്ലോ വരുന്നത്, ബിൽഡ് ക്വാളിറ്റിയാണ് നമ്മുടെ മെയിൻ പ്രിഫറൻസ്. അതുകൊണ്ടാണ് നമ്മൾ നെക്സോണിലേക്ക് വന്നത്. ഈ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഫോക്സ് വാഗണിൽ നിന്ന് പെട്ടെന്ന് ഇതിലേക്ക് വന്നപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ബിൽഡ് ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മെറ്റൽ പാർട്സ് എല്ലാം നല്ല സ്ട്രോങ് ആണ്. പക്ഷേ ഈ ഇൻറ്റീരിയൽ നമ്മുടെ ഫിറ്റ് ആൻഡ് ഫിനിഷിൽ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ബാക്കി ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. എന്തുകൊണ്ടാണ് പെട്രോൾ എടുത്തത്? സാധനം എല്ലാം ഡീസലിലേക്ക് പോകുമ്പോൾ അതാണ് ഞാൻ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓട്ടം കമ്മിയാണെന്നുള്ള രീതിയിലാണ് പെട്രോൾ എടുത്തത്. പക്ഷേ എന്താ ഇത് തിരിച്ച് കൊച്ചിയിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഞാൻ ഏകദേശം 18,000-19,000 കിലോമീറ്റർ ഓടിച്ചു വണ്ടി. ഇപ്പോൾ ഞാൻ ഒരു ഡീസൽ എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും ചിന്തിക്കുന്നുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം ലോങ് പോകുന്ന, ഞാനിപ്പോൾ ഗോവ അതിലൊക്കെ പോയി. ശരി. എന്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും? മൈലേജ് ഹൈവേയിൽ നമുക്കൊരു 15.4 മാക്സിമം, സിറ്റിയിലൊരു 12. 10 താഴെ പോകുന്നില്ല. 10 താഴെ പോകുന്നില്ല. മോശമല്ലെന്ന് പറയാം, പെട്രോൾ വണ്ടിക്ക് അത് കിട്ടാറുണ്ട്. പിന്നെ ഈ 3 സിലിണ്ടർ ആയതിന്റെ ഒരു, നമ്മൾ ഈ ഹൈ റേഞ്ച് കയറുമ്പോഴാണ് ഈ 3 സിലിണ്ടറിന്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതിന്റെ 4 സിലിണ്ടർ ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ നല്ലൊരു ഗാർഡ് സെക്ഷനിൽ ഫുൾ ലോഡാണെങ്കിൽ അത് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ തന്നെ താങ്ങി എടുക്കേണ്ടി വരും. വേറെ എന്താണ് നെഗറ്റീവ് പറയാവുന്നത്? നെഗറ്റീവ്, വണ്ടി എടുത്തപ്പോൾ എനിക്ക് സർവീസ് ഭയങ്കര ഇതായിരുന്നു. കാരണം വണ്ടി എടുത്ത സമയത്ത് തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് റയർ ഡോറ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കണേ, ബീഡിങ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ ഷോറൂമായിട്ട് ബന്ധപ്പെട്ടു.
അവരത് എനിക്ക് 3rd സർവീസിലാണ് നേരാക്കി തന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ കൊച്ചിയിൽ വന്നതിന് ശേഷം ലെക്സൺ ടാറ്റ അവരുടെ അടുത്തേക്ക് വന്നതിന് ശേഷം സർവീസ് എല്ലാം നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മൊത്തം സർവീസും കാര്യങ്ങളെല്ലാം ചെക്കപ്പൊക്കെ അവിടെ തന്നെ ചെയ്യാം. എന്താണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം വണ്ടിയുടെ? പോസ്റ്റ് ഒന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ്, പിന്നെ ഡ്രൈവ് കംഫർട്ട്. ഞാനിപ്പോൾ സിംഗിൾ സ്ട്രെച്ചിൽ 650 കിലോമീറ്റർ ഓടിച്ചാലും വലിയ ക്ഷീണമൊന്നുമില്ലാതെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നത്. അതാണ് മെയിനായിട്ട് എനിക്കിതിൽ കണ്ടത്. പിന്നെ ബിൽ ക്വാളിറ്റി ടാറ്റ എന്ന് പറയുമ്പോൾ. അതെ. അപ്പോൾ ഈ ഫോക്സ് വാഗൺ ഇതിലേക്ക് വന്നിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? റിഗ്രറ്റ് പറഞ്ഞാൽ ചില ടൈമിൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ 4 സിലിണ്ടറും 3 സിലിണ്ടറിൻ്റെ ആ ഒരു വ്യത്യാസം, പിന്നെ മൈലേജ് നല്ലൊരു ഡിഫറൻസ് ആയിരുന്നു. അതിനെന്ത് കിട്ടുന്നുണ്ടായിരുന്നു? അതിനെനിക്ക് 25 വരെ കിട്ടിയിട്ടുണ്ട്. 25 വരെ. ഞാനത് മുംബൈ ഒക്കെ പോയിട്ട് അപ്പോൾ 25 നല്ല ഹൈവേയിൽ നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആ ഒരു മൈലേജിൻ്റെ ഒരു ഡിഫറൻസ്. പിന്നെ നമ്മളിപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷനാണ് നോക്കേണ്ടത്. നമ്മൾ എണ്ണ നോക്കി പോയി കഴിഞ്ഞാൽ നമ്മുടെ യാത്രകളൊന്നും നടക്കില്ല. അപ്പോൾ ഇപ്പോൾ തിരിച്ചു വന്ന് സ്ഥിരമായിട്ട് ഇത്രയും ദൂരം ഓടിക്കാൻ തുടങ്ങിയപ്പോൾ വണ്ടി മാറ്റാൻ പറ്റി ചിന്തിക്കുന്നുണ്ടോ, അതോ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ? ഇത് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഇപ്പോൾ ടാറ്റ കർവ് EV അത് നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ റേഞ്ച് എല്ലാം കണ്ടപ്പോൾ ഒരു ഓട്ടം അതിലോട്ടും ഉണ്ട്. കർവ് ഞാനിപ്പോൾ ഈ അടുത്തൊരു വീഡിയോ പറഞ്ഞോളൂ. കർവ് എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു അൾട്ടിമേറ്റ് സാധനമാണ്. അതെ, ഗംഭീര ബിൽ ക്വാളിറ്റിയും നല്ല റേഞ്ചും അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കേജിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീലൊക്കെ തോന്നും. അത് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്ന ഒരു വാഹനം തന്നെയായിട്ട് തോന്നി. ടാറ്റയുടെ മറ്റ് വാഹനങ്ങളുടെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് വന്നിരിക്കുന്ന ഒരു എന്താ പറയുക കൈക്കുറ്റപ്പാട് തീർന്ന വാഹനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കർവിനെ വിളിക്കാം. അപ്പോൾ ഇലക്ട്രിക്കിലേക്കുള്ളൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇലക്ട്രിക് വാങ്ങിക്കാവുന്ന ഒരു അവസ്ഥയായിട്ടുണ്ടെന്നാണ് ഞാൻ ഇലക്ട്രിക് ഓടിച്ചു തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത്. അതിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് ഇപ്പോൾ നമുക്ക് 5th സർവീസിന് വന്നത് 10,000 ഇതാണ് വന്നത്. ബാക്കി എല്ലാ സർവീസും ഒരു 6,000, 5,000, 6,000 റേഞ്ചിലാണ്. ഇപ്പോൾ 30,000 ആവണതിന് മുമ്പുള്ള സർവീസ് ആയത് അവർ 10,000 വന്നു. നമുക്ക് ഫുൾ ചെക്കപ്പും കാര്യങ്ങളെല്ലാം സർവീസ് ഇപ്പോൾ കുഴപ്പമില്ല. ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? ഞാൻ 3rd പാർട്ടി ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന ഹർമാൻ്റെ സാധാ ഇതായിരുന്നു. പിന്നെ സ്പീക്കേഴ്സ് എല്ലാം കൊള്ളാം. JBLന്റെ സ്പീക്കേഴ്സ് വരുന്നതാണ്, അതെല്ലാം സൗണ്ട് ക്വാളിറ്റി എല്ലാം. അതെ. അപ്പോൾ ഏതായാലും സാറ്റിസ്ഫൈഡ് ആണ് ഏകദേശം അല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ ജർമ്മൻ വാഹനത്തിൽ നിന്ന് ഇതിലേക്ക് മാറുമ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കരമായ നെഗറ്റീവ് പറയുന്നു, പക്ഷെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അത്ര വലിയ നെഗറ്റീവ് ഒന്നും പറയാനില്ല. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് തീർച്ചയായിട്ടും ടാറ്റയുടെ പണ്ടുതൊട്ടേ ഉള്ളൊരു പ്രശ്നമാണ്. അതും കർവ് ആ കാര്യത്തിൽ കുറേയൊക്കെ മുന്നിലേക്ക് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പോലും ടാറ്റ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ വാഹന നിർമ്മാതാവിൽ നിന്ന് വരുന്നൊരു വാഹനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ടാറ്റ. ഫോക്സ് വാഗണിന് മുമ്പ് എൻ്റെ ഒരു ഫോർഡ് ഫിഗോ ഉണ്ടായിരുന്നു 2001 മോഡൽ. അത് അമേരിക്കയിൽ നിന്ന് ജർമ്മനിൽ നിന്ന് ഇന്ത്യ, അങ്ങനെയാണ് വന്നത്. ശരിയാണ്. എന്തായാലും മോശമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ അടുത്ത മറ്റേ ആറ്റം ലൈഫ് ബൈക്ക് തീർച്ചയായിട്ടും അതുമായിട്ട് നമുക്ക് ദിവസം രാവിലെ വീണ്ടും ഇവിടെ തന്നെ കാണും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റ് ഒരു എപ്പിസോഡുമായിട്ട് കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.